സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നത് വിദ്യാഭ്യാസ കച്ചവടത്തിനല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിൽ CPM ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDFും സർക്കാരും ചെയ്യുന്നതിനെ അനാവശ്യമായി വിമർശിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. LDFും സർക്കാരും ഒരു കാര്യം ചെയ്താൽ അത് സാമൂഹിക നീതി ഉറപ്പാക്കി മാത്രമേ ചെയ്യൂ. സ്വകാര്യ സർവകലാശാലകളിൽ പൊതുസംവരണമുണ്ടാകും. സ്വകാര്യ സർവകലാശാലകളിൽ സാമൂഹ്യനീതി പ്രതിഫലിക്കും. ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വരുമാനം മദ്യത്തിൽ നിന്നുള്ള വരുമാനമാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം വിമർശിച്ചു. തനത് നികുതി വരുമാനത്തിന്റെ 3.7% മാത്രമാണ് സംസ്ഥാനത്തിന്റെ മദ്യത്തിൽ നിന്നുള്ള വരുമാനമെന്നത് റിസർവ് ബാങ്ക് പുറത്തുവിട്ട കണക്കാണ്. പിന്നെങ്ങനെയാണ് കേരളത്തിന്റേത് വലിയ മദ്യവരുമാനമാണെന്ന് പറയാൻ കഴിയുക? ഉത്തർപ്രദേശിൽ 22%, മധ്യപ്രദേശിൽ 16% മദ്യത്തിൽ നിന്നുള്ള വരുമാനം. ഇതെല്ലാം താരതമ്യപ്പെടുത്തിയാൽ കേരളത്തിന്റേത് കുറവല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. സംസ്ഥാനത്ത് ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരു കുറവും വരുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. UDF അധികാരത്തിൽ നിന്ന് ഒഴിയുമ്പോൾ 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയായിരുന്നു. അന്ന് പെൻഷൻ തുക മാസം 600 രൂപയായിരുന്നു. LDF അധികാരത്തിൽ വന്ന് കുടിശ്ശിക തീർത്തു. 1600 രൂപയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ നൽകുന്നത്. കേന്ദ്ര സർക്കാരാണ് ചില മാസങ്ങളിൽ പെൻഷൻ മുടങ്ങാൻ കാരണം. മുടങ്ങിയത് കൃത്യമായി നൽകുമെന്ന് പറഞ്ഞു. 2 ഗഡു ഇതിനോടകം നൽകി. ബാക്കി അടുത്ത സാമ്പത്തിക വർഷത്തിൽ നൽകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം ആയുധ കച്ചവടം ഉറപ്പാക്കാനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് മുൻപ് അമേരിക്ക സന്ദർശിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവാണ്. അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി പോകുന്നത്. 2 സന്ദർശനങ്ങളും യാദൃശ്ചിക സന്ദർശനമായി കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ കേരളത്തിലെ നിരവധി കോളേജുകൾ ഈ റാങ്കിങ്ങിൽ നല്ല നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. മാറ്റം എങ്ങനെ വരുന്നു എന്നുള്ളതല്ലേ ഇത് കാണിക്കുന്നു. ഇപ്പോൾ 2021 LDFന് തുടർഭരണം ജനങ്ങൾ തീരുമാനിച്ചപ്പോൾ അതിലുള്ള ഒരു പ്രഖ്യാപനം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി ഇടപെടുമെന്നായിരുന്നു. ആ ഇടപെടൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരം മാറ്റങ്ങൾ വന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റത്തെ ആർക്കെങ്കിലും കണ്ടില്ല എന്ന് വെക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇതുകൊണ്ട് തൃപ്തരല്ല. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന ഒട്ടേറെ പരിഷ്കാരങ്ങളുണ്ട്. ഇന്ന് ഇന്ത്യയിൽ 26 സംസ്ഥാനങ്ങളിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല നല്ല രീതിയിൽ യശസ് നേടിയ വിദ്യാഭ്യാസ മേഖലയാണ്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുമേഖലയുള്ളത് ഞാൻ പറഞ്ഞു, സ്വകാര്യ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവയുണ്ട്. ആ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പല രീതിയിൽ പുതിയ തരത്തിൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹങ്ങളുണ്ട്. അതിന് തടസ്സം നിൽക്കണോ? വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ അവസരമൊരുക്കി കൊടുക്കുകയല്ല, എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മികവ് നേടുന്നതിനാവശ്യമായ ഇടപെടലുണ്ടാവുക എന്ന് പ്രധാനമാണ്. അപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ മറ്റെല്ലായിടങ്ങളിലുമുള്ള കാര്യം കേരളത്തിൽ അനുവദിച്ചുകൂടെ എന്ന ചോദ്യം സ്വാഭാവികമായി ഞങ്ങൾ നേരിട്ടു. എന്തു ചെയ്യും? വേണ്ടാന്ന് വെക്കണോ? അത് അനുവദിക്കുന്നതാണ് നല്ലത് എന്ന നിലപാട് ഞങ്ങൾ എടുത്തു. അനുവദിക്കുമ്പോൾ കേരളത്തിൻ്റെതായ പ്രത്യേകതകൾ സൂക്ഷിക്കണം. ആ പ്രത്യേകതകളിൽ ഒന്ന്, ആ രംഗത്ത് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യനീതി ശരിയായ രീതിയിൽ പ്രതിഫലിപ്പിക്കാനാവണം. വെറും കച്ചവട മനസ്ഥിതിയോടെ സമീപിക്കുന്ന നില വരരുത്. അതിനുള്ള വ്യവസ്ഥകൾ ബില്ലിലുണ്ടാവുക എന്താണ് പ്രധാനം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള റിസർവേഷൻ,
അവരുടെ ഫീസ് നിരക്ക്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി വ്യവസ്ഥ ചെയ്യപ്പെടണം. അതോടൊപ്പം പൊതുവായ റിസർവേഷൻ, അതുമായും വ്യക്തത ഉണ്ടാക്കണമെന്ന് തന്നെയാണ് കണ്ടത്. ഇത്തരത്തിലുള്ള വ്യക്തതകളോടുകൂടിയാണ് നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന ബില്ല് തന്നെ അവതരിപ്പിക്കാൻ പോകുന്നത്. അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ വരും. ആ ചർച്ചയുടെ ഭാഗമായി തീരുമാനങ്ങളിലേക്കും എത്തും. അപ്പോഴാണ് ബില്ല് പ്രാവർത്തികമാവുക. കിട്ടിപ്പോയൊരവസരം LDF-നെയും സർക്കാരിനെയും ഇതിൻ്റെ ഭാഗമായി ഒന്ന് വിമർശിച്ച് കളയാം എന്ന് കരുതി പുറപ്പെടുന്നവർ, അതൊന്നും LDF-നെയും സർക്കാരിനെയും ബാധിക്കുന്ന കാര്യമല്ല.